Hi friends, LSGD Assistant Engineer exam അടക്കം RRB Junior Engineer, SSC Junior Engineer, ISRO AE exams അങ്ങനെ ഒരുപാട് എക്സാംസുകളാണ് ഒരു ബിടെക് കഴിഞ്ഞിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയർക്ക് ഈ വരാൻ പോകുന്ന 2024-25 വർഷങ്ങളിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്ക് വാങ്ങാൻ പറ്റും. അതായത് നമ്മൾ ഈ പറയുന്ന എക്സാംസുകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എക്സാം ഡേറ്റ് വന്നിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ അത് നമുക്ക് എന്താണ് നമ്മളെ ആ ഒരു ടോപ്പ് റാങ്കിൽ എത്തുക എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നം എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ചിലപ്പോൾ നേടിയെടുക്കാൻ പറ്റൂല. നമുക്ക് ഇതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റിൽ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ അതാ നമുക്കറിയാം മെയിൻ ലിസ്റ്റ് വരുന്നുണ്ട്, സപ്ലിമെന്ററി ലിസ്റ്റ് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ വെറുതെ കയറിയിട്ട് നമുക്ക് എന്തില്ല, നമുക്ക് നമ്മുടെ കരിയറിൽ ഒരു കാര്യമില്ല. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം, നമുക്ക് റാങ്ക് കിട്ടണം. ഇപ്പോൾ ഒരു 500 പേരുള്ള ഒരു മെയിൻ ലിസ്റ്റ് ആണെങ്കിൽ നമുക്കതിലൊരു 200-ന് താഴെങ്കിലും മിനിമം നമുക്ക് റാങ്ക് കിട്ടണം. എന്നാലേ നമുക്ക് വരാൻ പോകുന്ന ഒരു LSGD എക്സാം ആയാലും അതല്ല ഏത് എക്സാം ആണെങ്കിലും നമുക്ക് എന്ത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ, നമുക്കൊരു ഗവൺമെന്റ് ജോബ് ഉറപ്പിക്കാൻ പറ്റൂ. 2025 ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോബിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു കസാരയിൽ, സർക്കാരിൻ്റെ ആ ഒരു കസാരയിൽ കയറി ഇരിക്കണമെന്ന് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സിൻസിയർ ആയിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എത്രത്തോളം നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ നേരത്തെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈലം ടെക്നിക്കൽ ഒരു ബിടെക് കഴിഞ്ഞിട്ടുള്ള സിവിൽ എഞ്ചിനീയേഴ്സിനും വേണ്ടിയിട്ട് ഈ ഏപ്രിൽ 15-ന് രണ്ടാമത്തെ ഓൺലൈൻ ബാച്ച് AE ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് AE 2.0 അല്ലേ. അപ്പോൾ ഈ ഒരു AE ബാച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വരാൻ പോകുന്ന എല്ലാ എക്സാംസുകൾക്കും നമ്മുടെ വരാൻ പോകുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം, SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം, 1-2 വർഷങ്ങളിൽ ഇടവിട്ട് നടക്കുന്ന ISRO എക്സാം, പിന്നെ ഒരുപാട് PSUകളിലോട്ടൊക്കെ നമുക്ക് എക്സാംസുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ LSGD, PWD, ഇറിഗേഷൻ, KW ഈ ഡിപ്പാർട്ട്മെന്റുകളിലോട്ടൊക്കെ ഗ്രേഡ് 1-2 ഓവർസിയർ എക്സാംസുകളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ഒരു എക്സാംസുകൾ എഴുതിയിട്ട് 2024 ഒരു എക്സാം എഴുതി അതിന്റെ റിസൾട്ട് വന്ന് 2025 തന്നെ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോബിൽ കയറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ഏപ്രിൽ 15-ന് തുടങ്ങുന്ന AE എക്സാംസിന്റെ രണ്ടാമത്തെ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങണം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പോൾ ഗവൺമെന്റ് എക്സാംസുകളിൽ നേരത്തെയുള്ള കഴിഞ്ഞ ഒരു 5-6 വർഷം മുന്നേ ഉള്ളതുപോലെയല്ല PSC എക്സാംസുകൾ, എസ്പെഷ്യലി ടെക്നിക്കൽ എക്സാംസുകൾ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്. അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം, എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം, നമ്മുടെ കട്ട് ഓഫ് കഴിഞ്ഞൊരു 10 വർഷമൊക്കെ മുമ്പ് ഒരു AE എക്സാമിന് 30-35 മാർക്കായിരുന്നു കട്ട് ഓഫ് എങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഈ വരുന്ന എല്ലാ എക്സാംസുകളിലും 50-ന് മുകളിൽ 55-60 റേഞ്ചിലാണ് നമ്മുടെ കട്ട് ഓഫുകൾ വരുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് എക്സാം കുറെ ടഫ് ആയതുകൊണ്ട് മാത്രമല്ല, ആളുകൾ അത്രത്തോളം, കുട്ടികൾ അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, സീരിയസ് ആയിട്ട് എടുത്ത് പഠിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് നമ്മൾ ജനുവരിയിൽ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് AE ബാച്ചിൽ 10-200-ലധികം കുട്ടികളുള്ള ഈ ഒരു ഫസ്റ്റ് AE ബാച്ചുകളിൽ തന്നെ നമ്മൾ നടത്തുന്ന എല്ലാ എക്സാംസുകളിലും ടോപ്പിലെത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടികളുടെ കൂടെയാണ്, അതായത് 2-3 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വളരെ എന്താ പറയുന്നത് ബുദ്ധിമുട്ടി വളരെ സിൻസിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ കൂടെയാണ് ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന നിങ്ങളും എന്ത് ചെയ്യുന്നത്, കോമ്പറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എത്ര നേരത്തെ നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാൻ പറ്റുമോ, എത്രത്തോളം സമയം നമുക്ക് ഇതിന് മാറ്റി വെക്കാൻ പറ്റുമോ, നമ്മൾ ഒരു ദിവസം 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. അങ്ങനെ എത്ര നേരത്തെ നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നു അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വരാൻ പോകുന്ന എക്സാംസുകളിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റാങ്ക് നമുക്ക് വാങ്ങാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാച്ച് കൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഒരു 5-6-7 മാസമുള്ള ഈ ഒരു ബാച്ച് കൊണ്ട്, ഈ ഒരു ലൈവ് ബാച്ച് കംപ്ലീറ്റ് ക്ലാസ്സുകളും ലൈവാണ്. ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ റെക്കോർഡറായിട്ട് തന്നിട്ട് ഡിസ്കഷൻ ലൈവ് ആക്കുക, ആ പരിപാടിയൊന്നുമല്ല. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ലൈവ് ആയിരിക്കും, എല്ലാ ഡിസ്കഷനുകളും ലൈവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലൈവ് ക്ലാസ്സുകൾ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾക്കറിയാം, നമുക്ക് ആ ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. പിന്നെ നമ്മൾ ഇതൊരു ഹാബിറ്റാക്കി മാറ്റിയാൽ, ഒരു ശീലമാക്കി മാറ്റിയാൽ, എന്ത് എല്ലാ ദിവസവും ഒരു 3-4 മണിക്കൂർ നിങ്ങൾ ഈവനിങ്ങിൽ ഈ ലൈവ് ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു 6-7 മാസം കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞാലും ആ ഒരു സമയമാകുമ്പോൾ നിങ്ങളെ കൈ ഇങ്ങനെ തരിക്കും. നമ്മളിപ്പോൾ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നവരൊക്കെ പിന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് അത് കിട്ടാഞ്ഞാൽ നമുക്കൊരു കൈയിനൊരു തരിപ്പുണ്ടാവും അല്ലേ. അതുപോലെ നിങ്ങളൊരു 6-8 മാസം സ്ഥിരമായിട്ട് ഈവനിങ്ങിൽ ഒരു 3-4 മണിക്കൂർ ഈ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. ഈ 6-8 മാസം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞാലും ആ ഒരു സമയത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തന്നെ ഒരു ത്വര വരും പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ഒരു സമയം ഇതിനായിട്ട് മാറ്റി വെക്കാനുള്ള ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാം. ഒരുപാട് എക്സാംസുകൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, ഒരുപാട് ഡിസ്കഷനുകൾ, ക്വസ്റ്റ്യൻ MCQ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ക്ലാസ്സുകൾ ലൈവാണ്. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്നവർ
പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകളും ലൈവായിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ ഈവനിങ് സമയങ്ങളിൽ 3-4 മണി മുതൽ രാത്രി 10 മണിയുടെ ഇടയ്ക്ക് ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂറായിരിക്കും നിങ്ങളെ ക്ലാസ്സുകൾ വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് 2-3 മണിക്കൂറേ ക്ലാസ്സുകളുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നു, അതല്ലെങ്കിൽ പെട്ടെന്ന് എക്സാം വരുമെന്നുള്ള ഒരു വാർത്തയോ ന്യൂസോ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സുകൾ 3-4 മണിക്കൂറായിട്ട് മാറ്റാം. നിങ്ങൾക്ക് വീക്കിൽ 5-6 ദിവസം ക്ലാസ്സുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഒരു AI ബാച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയറിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമല്ല. ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് RRB ജൂനിയർ എഞ്ചിനീയർ, SSC ജൂനിയർ എഞ്ചിനീയർ, ISRO എക്സാം, ഡിഫറെന്റ് PSU എക്സാംസുകൾ, പിന്നെ അതാ നമ്മളെ ഓവർസിയർ എക്സാംസുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സിലബസ്, ആ ഒരു രീതിയിലുള്ള കരിക്കുലം അനുസരിച്ചാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകൾ വരുന്നത്. ഇനിയിപ്പോൾ കോഴ്സിന്റെ ഫീച്ചറുകൾ നോക്കിയാൽ ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട, ഇന്ന് കേരളത്തിൽ ഏറ്റവും ക്വാളിറ്റി കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സൈലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൈലം ടെക്നിക്കൽ എന്ന് പറയുന്ന ഈ ഒരു വിങ്ങൊന്നും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഏറ്റവും ടോപ്പ് ക്വാളിറ്റി കണ്ടന്റുകൾ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കും. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് നോച്ച് മെറ്റീരിയൽസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് ക്ലാസ്സുകൾ ഏതെങ്കിലും കാരണം കൊണ്ട് മിസ്സായാൽ അതിന്റെ റെക്കോർഡർ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി വരെ, അതായത് LSTD എക്സാം വരെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ട്. അതുവരെ നിങ്ങൾക്ക് ഈ റെക്കോർഡർ ക്ലാസ്സുകൾ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റംപ്റ്റ് ചെയ്യാം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ടെസ്റ്റുകൾ, എക്സാംസുകൾ എഴുതുക എന്ന് പറയുന്നത്. ഈ എക്സാംസുകൾ എഴുതുന്നതുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. എന്താണ്, നമുക്ക് നമ്മളെ സ്വന്തമായിട്ട് അസസ് ചെയ്യാം. നമുക്ക് ടൈം മാനേജ്മെന്റ് അല്ലെ, ഒരു 20 മിനിറ്റിൽ എങ്ങനെ 25-30 ക്വസ്റ്റ്യൻസുകൾ അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് പുതിയ ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ ഓഫ് എക്സാംസുകൾ, അത് ഏതെങ്കിലും ഒരു 1-2 സബ്ജക്ട് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും എല്ലാം നിങ്ങൾക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്ക് തീരുമ്പോൾ ആ ടോപ്പിക്ക് എന്നുള്ള ടെസ്റ്റുകൾ, ഓരോ സബ്ജക്റ്റുകൾ തീരുമ്പോൾ അതിൽ നിന്ന് നമ്പർ ഓഫ് സബ്ജക്ട് ടെസ്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളെ വീക്കിലി നിങ്ങൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സ് തുടങ്ങിയത് മുതൽ ഓരോ വീക്കിലും ആ വീക്കിൽ എത്തുന്നവരെയുള്ള വീക്കിലി റിവിഷൻ അസസ്മെന്റ് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അല്ലേ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതല്ലേ. കാരണം എന്താ, 100 ക്വസ്റ്റ്യൻസ് 75 മിനിറ്റിൽ, അതല്ലെങ്കിൽ 90 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റിൽ എങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്തിട്ട് നമുക്കൊരു ടോപ്പ് റാങ്ക്, അതായത് ടോപ്പ് മാർക്ക്, നമ്മൾ എപ്പോഴും ലക്ഷ്യം വെക്കുമ്പോൾ ഒരു 80-90 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ PSC AIക്ക് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കോർ ചെയ്യണം. എന്നാലേ നമുക്ക് PSC എക്സാംസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വെറുതെ റാങ്ക് ലിസ്റ്റിൽ കയറുകയല്ല. നമുക്ക് എന്താ വേണ്ടത്, നമുക്കൊരു 100-200 റാങ്കിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വാങ്ങണം. അതൊരു 10ന്റെ താഴെ ആണെങ്കിൽ അത്രയും നല്ലത് അല്ലേ. നമ്മുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരും നമ്മുടെ അല്ലേ, നമുക്ക് നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ടെസ്റ്റുകൾ, അതാണ് ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഫാക്കൽറ്റി എങ്ങനെയാണ് ഓരോ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ എങ്ങനെ ടൈം നമുക്ക് മാക്സിമം നമുക്ക് ലാഭകരമാക്കി മാറ്റാം. പിന്നെ നിങ്ങൾക്ക് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, വെറുതെ നിങ്ങളെ ക്ലാസ് എന്നിട്ട് നിങ്ങൾ പഠിച്ചോ, ഞങ്ങൾ ക്ലാസ് തരാം, ടെസ്റ്റ് ഇടാം, അതല്ല. നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, നമ്മൾ പറയുന്നതിനനുസരിച്ച് പഠിച്ച് എക്സാം എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളെ ഗൈഡ് ലൈൻസ് തരാൻ, എങ്ങനെയൊക്കെ നിങ്ങൾ എക്സാംസുകൾ അറ്റംപ്റ്റ് ചെയ്യണം, ഏതെങ്കിലും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ, നിങ്ങളുടെ റിവ്യൂസ്, ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് മെന്റർ ഉണ്ടാവും. അതുപോലെ നമ്മൾ ക്ലാസ്സുകളുടെ കൂടെ തന്നെ സെപ്പറേറ്റ് ഡൗട്ട് ക്ലിയറൻസ് സെഷനുകൾ, കൂടുതൽ SSC JEയുടെ ഫോർമാറ്റിൽ എങ്ങനെയാണ് ക്വസ്റ്റൻസുകൾ വരുന്നത്, RRB JEയുടെ ഫോർമാറ്റിൽ എങ്ങനെയാണ് ക്വസ്റ്റൻസുകൾ വരുന്നത്, ഇനി അതല്ല ISRO എക്സാം വരുമ്പോൾ അതിന്റെ ക്വസ്റ്റൻസുകൾ എങ്ങനെയാണ്, ഓരോ എക്സാംസിനും ഈ ക്ലാസ് എടുക്കുന്ന സബ്ജക്റ്റുകളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ, ഞാൻ ഈ എക്സാമാണ് ഇനി എൻ്റെ മുന്നിലുള്ളത്, അപ്പോൾ ഞാനിത് ഈ ഒരു ലെവലിൽ പഠിച്ചാൽ മതി, ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റൻസുകളാണ് ഞാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുള്ള നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ ഒരു ഡൗട്ടും വേണ്ട. സൈലം ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള കോഴ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ടോപ്പ് ക്വാളിറ്റി ക്ലാസ്സുകളും ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയലുകളായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് ആദ്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മുടെ സെക്കൻഡ് ബാച്ച് ആണ്. ഈ ഒരു ബാച്ചിൽ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 50 പേർക്ക് ഈ ഒരു കംപ്ലീറ്റ്ലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നെ അന്വേഷിക്കാം. കംപ്ലീറ്റ്ലി ലൈവായിട്ട് ഇത്രയും കുറഞ്ഞൊരു ഫീസിൽ വേറെ 7 ബാച്ചുകൾ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണോ എന്നുള്ളത് വെറും 12,999, ഈ ഒരു 12,999 രൂപക്കാണ് നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ 6-7-8 മാസം കംപ്ലീറ്റ്ലി ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 50 പേർക്ക് ഓഫർ ഉള്ളൂ, അതൊന്ന് ഓർത്തു വെക്കുക. പിന്നെ ഇനി അഥവാ നിങ്ങൾ ബിടെക്കിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തവരാണ്, അതെല്ലാം നിങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ച് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കമ്പൈൻ സ്റ്റഡിക്ക് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടാതെ എക്സ്ട്രാ ഓഫറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പറഞ്ഞ കോഴ്സുകളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം 7-8 മാസമാണ് നമുക്ക് ക്ലാസ്സുകൾ വരിക. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അടുത്ത LSTD AE എക്സാംസുകൾ വരെ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് പിന്നെ റെക്കോർഡർ ക്ലാസ്സുകൾ കാണാം. നമ്മൾ പിന്നെ മോക്ക് ടെസ്റ്റുകൾ, ഒരു റെഗുലർ ഇന്റർവെല്ലിൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, റിവിഷൻ ഡിസ്കഷനുകൾ ഉണ്ടാവും. അതായത് നമ്മുടെ 7-8 മാസത്തെ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് റിവിഷൻ ഡിസ്കഷൻ
ഡിസ്കഷനുകൾ എക്സാം വരെ നിങ്ങൾക്ക് എന്തുണ്ടാവും. അതായത് നിങ്ങളെ നമ്മൾ ആ ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു വെൽ പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങളൊരു എന്താ പറയുന്നത്, നമ്മൾ ആ ഒരു എക്സാമിന് അങ്ങ് കയറ്റുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരാളെ വെൽ പ്രിപ്പയർ ആയിട്ട് കയറ്റുന്നത് അതുപോലെ നിങ്ങളെ തയ്യാറാക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു എക്സാമിന് നിങ്ങളെ പറഞ്ഞയക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ബാച്ചിനെ കുറിച്ചും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം കാണാം, അത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പറയുന്നു, എന്താണ് ഈ വരാൻ പോകുന്ന ടെക്നിക്കൽ എക്സാംസുകളിൽ നല്ലൊരു റാങ്ക് വാങ്ങണം എന്നാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ എത്രയും നേരത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, സോ താങ്ക് യു.